Find the coordinate of the point which divide the line joining 1, 6 and 5, 2 into 3 equal parts. 1, 6, 5, 2 എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയെ 3 സമഭാഗങ്ങളാക്കുന്ന ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ കണക്കാക്കുക. അതായത് എ ബി എന്ന് പറയുന്ന ഒരു ലൈന്, എ എന്ന് പറയുന്നത് 1, 6 ആണ്, ബി എന്ന് പറയുന്നത് 5, 2 ആണ്, 1, 6, 5, 2. അതിനെ 3 തുല്യ ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. തുല്യ ഭാഗങ്ങളാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ റേഷ്യോ എന്തായിരിക്കും? 1:1 ആയിരിക്കും. അപ്പൊ ഇതില് സിയുടെയും ഡിയുടെയും സൂചക സംഖ്യകളെ കാണണം. റേഷ്യോ വെച്ചിട്ട് സൂചക സംഖ്യകൾ കാണാൻ നമ്മൾ പഠിച്ചാണ്. അപ്പൊ ആദ്യം ഞാൻ കാണാൻ പോകുന്നത് സി എന്ന് പറയുന്ന പോയിന്റിന്റെ സൂചക സംഖ്യയാണ്. അപ്പൊ എ ബി എന്ന് പറയുന്ന ലൈനിനെ സി കട്ട് ചെയ്യുന്ന റേഷ്യോ എത്രയാണ് വരിക? സിയുടെ ഇപ്പുറത്ത് 1 ആണ്, ഇപ്പുറത്തോ 1, 2. അപ്പൊ എത്ര വരും? 1:2 എന്ന് വരും. ഓക്കെ, ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. 1:1:1 3 തുല്യ ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. അതിൽ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് ഒരു ഭാഗവും അപ്പുറത്ത് 2 ഭാഗവും അല്ലേ? അപ്പൊ 1:2 എന്ന് വരും. ഇനി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ x = x1 + p/w × x2 - x1. x1 എന്ന് പറഞ്ഞാൽ 1 ആണ്, x2 എന്ന് പറഞ്ഞാൽ 5 ആണ്, p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്, then w എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 + 2 3 ആണ്. ഓക്കെ, ഇനി ഇവിടെ കൊടുത്തു 5 ന്ന് 1 പോയാൽ 4 കിട്ടും. then 1 × 4 4, അപ്പോൾ 4/3. ഇനി ക്രോസ് ചെയ്യുക. 1 × 3 3 + 4. എങ്ങനെയാ? 1 × 3 3 + 4/3. താഴത്തേക്ക് ഗുണിക്കുക. ഏതൊരു സംഖ്യയുടെയും താഴെ 1 ഉണ്ടാവും. ഇങ്ങനെ നമുക്ക് നോക്കാം. 1 × 3 3, ഇവിടെ പ്ലസ് ആയതുകൊണ്ട് പ്ലസ് കൊടുത്തു. 1 × 4 4 / 1 × 3 3. 4 3 കൂട്ടിയാൽ 7 കിട്ടും. അപ്പൊ 7/x കിട്ടി. ഇനി ഇതേപോലെ തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? y കണ്ടുപിടിക്കണം. y = y1 + p/w × y2 - y1. y1 എത്രയാണ്? 6. y2 എത്രയാണ്? 2. ഇനി p എത്രയാണ്? 1. w എത്രയാണ്? 3. കൊടുത്തു. 2 ന്ന് 6 പോയാൽ ചെറുതെന്ന് വലുത് കുറക്കാനാണ്. 6 ന്ന് 2 കുറച്ചിട്ട് ഒരു നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ -4. ഓക്കെ, 1 × -4 എന്ന് പറഞ്ഞാൽ -4 ആണ്. അപ്പൊ 6 - 4/3 എന്ന് കിട്ടും, അല്ലെങ്കിൽ 6 + -4/3. ഇനി ക്രോസ് ചെയ്യാം. 6 × 3 18, 6 × 3 18, പിന്നെ -4 ആണ്. അപ്പൊ പ്ലസും മൈനസും വരുമ്പോൾ മൈനസ് ഇട്ടാൽ മതി. ഓക്കെ, അപ്പൊ -4/3. 18 ന്ന് 4 പോയാൽ നമുക്ക് 14 കിട്ടും. അപ്പൊ 14/3. അപ്പൊ x 7/3, y 14/3. അപ്പൊ സൂചക സംഖ്യകൾ എങ്ങനെ എഴുതാം? 7/3 14/3. അപ്പൊ സിയുടെ സൂചക സംഖ്യകൾ കിട്ടിയ എത്രയാ? 7/3 14/3. ഇനി അടുത്ത് ഡിയുടെ സൂചക സംഖ്യകൾ കാണണം. അപ്പൊ AD = DB. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ടാണ്. അപ്പോ ഇവിടുന്ന് ഇങ്ങോട്ട് 2 വരും, ഇവിടുന്ന് ഇങ്ങോട്ട് 1 വരും. അപ്പൊ 2:1. അപ്പൊ ഇവിടുത്തെ p എത്രയാണ്? 2 ആവും. ബാക്കി ഇക്വേഷൻ ഒക്കെ സെയിം ആണ്. x1 എന്ന് പറഞ്ഞാൽ 1 ആണ്, x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്. അപ്പൊ 1 + 2/3. w എന്ന് പറഞ്ഞാൽ റേഷ്യോസ് കൂട്ടണം. 2 1 3. p എന്ന് പറയുന്നത് ഫസ്റ്റത്തെ റേഷ്യോ, അത് 2. x2 എന്ന് പറഞ്ഞാൽ 5 ആണ്, x1 എന്ന് പറഞ്ഞാൽ 1 ആണ്. 5 ന്ന് 1 പോയാൽ 4 കിട്ടും. 4 × 2 8 കിട്ടും. then ഒരു 3 3 3 + 8/3. എങ്ങനെയാ? ക്രോസ്, താഴത്തേക്ക് ക്രോസ് ചെയ്യാം. 1 × 3 3 പ്ലസ് ആയതുകൊണ്ട് പ്ലസ്, പിന്നെ ഒരു 8/3. 8 3 11/3 കിട്ടും. ഇനി y കാണാന് y = y1 + p/w × y2 - y1. y1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6. y2 എന്ന് പറഞ്ഞാൽ 5. വാല്യൂ കൊടുക്കുക. 6 + p എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ റേഷ്യോ 2. w എന്ന് പറഞ്ഞാൽ p യും q യും കൂട്ടണം. അപ്പൊ 3. ഇനി 2 ന്ന് 6 പോയാൽ -4 കിട്ടും. അപ്പൊ 6 + 2 × മഞ്ഞ് ഗുണിക്കുക. 2 × -4 ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, ആദ്യം ഗുണനം ചെയ്യണം കേട്ടോ. 2 × -4 -8/3 കിട്ടും. ഇനി ക്രോസ് ചെയ്യാം. 6 × 3 18 -8. എങ്ങനെയാ? 6 × 3 18 -8/3. 18 ന്ന് 8 പോയാൽ 10/3. അപ്പൊ x കിട്ടി 11/3, y കിട്ടി 10/3. അപ്പൊ സൂചക സംഖ്യകൾ എങ്ങനെ എഴുതാം? 11/3 10/3. ഓക്കെ, ഇങ്ങനെയാണ് പോയിന്റുകൾ കണ്ടുപിടിക്കുക. ഇക്വേഷൻ എന്തൊക്കെയായിരുന്നു? x = x1 +
p by w into x2 minus x1. y കാണാനാണെന്നുണ്ടെങ്കിൽ y equal to y1 plus p by w into y2 minus y1. Okay.